ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. എനിക്ക് ഈ ഇതിലാണ് സൂത്രം ഒളിഞ്ഞിരിക്കുന്നത്. നോക്കാം. നോക്ക്, നല്ല ജീവികളാണ്. കുറേ ജീവികൾ രണ്ട് സാധനം ഒരുമിച്ച് പിടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ. അപ്പം ഇതിൽ എത്ര ജീവികളായിരുന്നു? നമുക്ക് എല്ലാ ജീവികളെയും നോക്കാം. എവിടെ നിന്നാണെന്ന് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ജീവിനെ കിട്ടുന്നത് എന്തോ ഈ ഒരു സ്ഥലത്തു നിന്നാണ്. ലോഡിങ് ഈ ഡ്രസ്സിൻ്റെ പിന്നിലായിട്ടായിരിക്കും കിട്ടുക. പിന്നെ രണ്ടാമത്തെ ജീവിനെ കിട്ടുന്നത് എവിടെയായിരിക്കും? രണ്ടാമത്തെ ജീവിനെ എവിടെയായിരുന്നു? അയ്യോ, ഞാൻ മാറുന്നു. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ലോഡിങ് ഈ ഒരു സ്ഥലത്ത് ഇവിടെയായിട്ടാണ് കിട്ടുക. കണ്ടോ? ഈ ഒരു സ്ഥലം കണ്ടോ? ഇവിടെ ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ഞാൻ എന്നും വരുമ്പോൾ സാധനം ട്രൈ ചെയ്യും, പക്ഷെ ആവില്ല. അത് കണ്ടോ? ഈ ജീവിനെ അവിടെ നിന്ന് കിട്ടാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കണ്ട ആ ജീവി ഉള്ളത്, അയ്യോ ഇവിടെ തന്നെ മാറ കണ്ടോ? ഈ ഒരു ചെപ്പിലായിരുന്നു ആ ജീവി ഉണ്ടായിരുന്നത്. വേറെ എവിടെയുണ്ടോ കടലിൽ കാണണ്ട? ഈ നെയിലിട്ടാലോ? പെൺകുട്ടീനെ ഇട്ടാലോ? പറ്റൂല. ഫിഷാണ് ഇത്. ഇയാളുടെ കടയാണ് ഇത്. ഇവിടെ അവിടെ നിന്നാണ് ആ ജീവനിട്ട. അപ്പം ഇനി വേറെ രണ്ട് ജീവികൾ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടില്ലാന്ന്. എനിക്ക് ഈ സ്ഥലം പോയപ്പോഴാണ് ഇത് ആ സ്ഥലമല്ലേ എന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്. കടലിൻ്റെ അടിയിലാണ്. ഇതാണ് മർമേഡിൻ്റെ സാധനം. ആല് കിട്ടും. നമുക്ക് സൂപ്പറല്ലേ? അപ്പുറത്തൊരാളുണ്ട്. നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ വരെ ആ ഒരു കാര്യം കാണിച്ചതാവേ. അമ്മാമ തള്ളശി മർമേഡ്. തള്ളശി അങ്ങനെ അത്ര ഫാഷൻ ആവണ്ട. ഇനി എന്താ? ഇനി തള്ളശിയുടെ വേണ്ട, ഇങ്ങോട്ടേലും വേണ്ട. എനിക്ക് ഗോളടിച്ചു. എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഈ ഒരു സ്ഥലത്ത് ജീവികൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പറയണം. എനിക്ക് ഞാൻ കുറേ തപ്പി എല്ലാം കൊണ്ട് വേസ്റ്റ് ബാസ്കറ്റിൽ കളഞ്ഞു. എന്നിട്ട് വരെ എനിക്ക് ഒരു ജീവിനെ പോലും കിട്ടുന്നില്ല. അപ്പോൾ
ജീവി ഈ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ. അപ്പോൾ ഞാൻ ഒരു പണിയും കൂടി ഉണ്ട്. ഇനി ഇവിടെ പോയിട്ട് ആ വീടില്ല, ഇവിടെ എല്ലാ സാധനങ്ങളും എല്ലാ ജീവികളുടെയും എടുത്ത് വയ്ക്കണം. എൻ്റെ സംശയം ഇതേപോലെ ഓരോന്നും കിട്ടിയ പോലെ ഇല്ല. അപ്പം കിട്ടും എന്നാണ്. കിട്ടുമോ കിട്ടില്ലെന്ന് ആർക്കറിയാം. ഇതെടുക്കാം. അപ്പം പുതിയൊരാൾ വന്നിരിക്കുകയാണ്. ഇത് ഈ ജീവിയിലുള്ളതാണോ എന്ന് എനിക്കൊരു ചെറിയ സംശയമുണ്ട് കേട്ടോ. അപ്പം ഈ റോ ഫുള്ളായി ഗായ്സ്. ഉണ്ടോ? ഇനി ഇവിടെയും കൂടി അറയ്ക്കണം. ഇത് കുറച്ചിങ്ങോട്ട് നീക്കി വെച്ചേക്കാം. അവിടെ എങ്ങനെ വന്നെങ്ങ. ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ആ സ്ഥലം കിട്ടിയാലാണ് കോളടിക്കുക. ആ സ്ഥലം കിട്ടിയ ഇവരുടെ വീടുകളും കിട്ടും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. അയ്യോ ശരി, മാർക്കറ്റിലാണ് ആ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടിയ പിന്നെ പൊളിച്ച് കൊടുക്കട്ടെ. ഇതെന്ന് പറയുമ്പം ഈ സ്ഥലങ്ങളൊക്കെ എനിക്ക് കിട്ടിയതാണ്. കാര്യമില്ല, സ്ഥലങ്ങൾ കിട്ടി. പെറ്റ് ഷോപ്പാണ്. പക്ഷെ ഇപ്പം 70 രൂപയുള്ളൂ. ഇതാണ് ഞാൻ 10 മനുഷ്യർ. ബാക്കിയൊക്കെ ജീവികളാണ്. 9 ജീവികൾ ഒരു മനുഷ്യർ. ഈ ജീവിയുടെ പെറ്റ്സ് എന്നെങ്ങാണ്ടാണ് പറയുക. കണ്ടോ ഈ ജീവി ഇത് ഈ മരത്തിനുള്ളിൽ നിന്ന് എടുത്തോണ്ട് ഒരു ജീവിയാണ്. പിന്നെ വീടൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ? ഈ ഡോറിൽ നിന്ന് കിട്ടുന്നതാണ് ആ തക്കാളി ചെടി. എന്ത് തരത്തിലുള്ള ഡോറിൽ നിന്ന് കിട്ടും? ഇതൊക്കെ എടുത്തുകൊണ്ട് പോവാം ഈ സ്ഥലങ്ങളൊക്കെ. എന്തോരം ജീവികളെ കിട്ടിയതിന്. ഇതൊക്കെ കിട്ടിയവർക്ക് കോളടിച്ച് ഈ ജീവികൾ കളക്ഷനിൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.